എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 9 തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏത് പരീക്ഷയായാലും അതിൽ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാദമിയുടെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കോപ്പികൾ ഉടൻ തന്നെ ഉറപ്പാക്കുക. ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് പരിശോധിക്കാം. 2026 VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഏത് പുരസ്കാരമാണ്? VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരമാണ്. VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? PV ഷാജി കുമാറിന് ലഭിച്ചിരിക്കുന്നു. PV ഷാജി കുമാറിനാണ് VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറെ പ്രസിദ്ധമായ ശ്രദ്ധേയമായ രചനകളിലൊന്നായ മരണവംശത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്ന കൃതി ഏതാണ്? മരണവംശം എന്ന കൃതിക്കാണ് PV ഷാജി കുമാറിന് ഏത് അവാർഡ് ലഭിച്ചത്? VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതിനോടായി കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വിവരമാണ് 2026 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരവും PV ഷാജി കുമാറിന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ മരണവംശം എന്ന നോവലിന് തന്നെയായിരുന്നു, ഇതേ നോവലിന് തന്നെയായിരുന്നു ദേശാഭിമാനി സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ പോയിന്റ് എന്താണ്? 2026 VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? PV ഷാജി കുമാറിന് ലഭിച്ചു. അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതി ഏതാണ്? മറന്നു പോവരുത്, മരണവംശം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വാർത്ത, സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫലമറിയാൻ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ. ഇതാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ. ആരാണ് ഇത് ആരംഭിച്ചത്? സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്പ് സ്ഥാപിച്ചത്. അതുപോലെ ഭാഗ്യക്കുറിയുടെ ഫലം അറിയുക, ഭാഗ്യക്കുറിയുടെ ഫലം അറിയുവാൻ വേണ്ടി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച ആപ്പിന്റെ പേരാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ. ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം, സമ്മാനാർഹമായ നമ്പർ, മറ്റു ഔദ്യോഗിക വിവരങ്ങൾ എല്ലാം ഈ ഒരു ആപ്പിലൂടെ ഇനി നമുക്ക് ലഭ്യമാകും. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫലമറിയാൻ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? കേരള ലോട്ടറി ഒഫീഷ്യൽ. ഡിഗ്രി ലെവൽ PSCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷകളിൽ ഒന്നാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് നിങ്ങളുടെ സ്വപ്ന റാങ്ക് സ്വന്തമാക്കുവാനായിട്ട് ഒരു പെർഫെക്റ്റ് പഠന സഹായമായിട്ട് ടാലന്റ് അക്കാദമി വന്നിരിക്കുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കി നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ടോക്കിയോയിലാണ്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലാണ് എന്ത് സംഘടിപ്പിക്കുന്നത്? ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. ആരാണ് അത് സംഘടിപ്പിക്കുന്നത്? ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ലോക മത പാർലമെന്റ് ടോക്കിയോയിൽ സംഘടിപ്പിക്കുന്നത്. ഇനി എന്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു മത പാർലമെന്റ്, ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്? അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924 ഒരു സർവമത സമ്മേളനം നടന്നിരുന്നു. ഏത് വർഷമായിരുന്നു?
1924 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തപ്പെട്ട സർവമത സമ്മേളനത്തിന്റെ ദശാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ലോക മത പാർലമെന്റും സംഘടിപ്പിക്കുന്നത്. ആര് സംഘടിപ്പിക്കുന്നു? ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? സർവമത സമ്മേളനത്തിന്റെ ദശാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ലോക മത പാർലമെന്റ് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് നടത്തുന്നത് എവിടെ വെച്ചാണ്? ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ച്. ഇതിനു മുന്നോടിയായിട്ട് ദൈവദശകത്തിന്റെ ജാപ്പനീസ് കോപ്പി, ജാപ്പനീസ് ട്രാൻസ്ലേഷനും കൈമാറിയിരുന്നു. ദൈവദശകത്തിന്റെ ജാപ്പനീസ് ട്രാൻസ്ലേഷൻ ഈ ലോക മത പാർലമെന്റിനോട് മുന്നോടിയായി തയ്യാറാക്കി കൈമാറിയിരുന്നു. ജമൈക്കൻ അംബാസഡർ, ജപ്പാനിലെ ജമൈക്കൻ അംബാസഡറിലേക്കാണ് ഇത് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ച്. കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച നൂതന പദ്ധതിയുടെ പേരെന്താണ്? കേര സ്മാർട്ട്. കേര സ്മാർട്ട് എന്നാണ് കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച നൂതന പദ്ധതിയുടെ പേര് കേര സ്മാർട്ട്. അപ്പൊ കേര സ്മാർട്ട് ആരംഭിച്ചു? കേരള സർക്കാർ ആരംഭിച്ചു. എന്തിനു വേണ്ടി ആരംഭിച്ചു? കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ സമഗ്ര വികസനത്തിനായിട്ടാണ് കേരള സർക്കാർ കേര സ്മാർട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ലോഗോ പുറത്തിറക്കിയത് കേരള മുഖ്യമന്ത്രിയായ വി ഡി സതീശനാണ്. ഔദ്യോഗികമായി ഈ പദ്ധതിയുടെ ലോഗോ പുറത്തിറക്കിയത് ആരാണ്? മുഖ്യമന്ത്രിയായ വി ഡി സതീശനാണ്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് കുട്ടികളെ? കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച നൂതന പദ്ധതിയുടെ പേരെന്താണ്? കേര സ്മാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്താണ്? പഞ്ചമി ഗ്രാമം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതിയുടെ പേരെന്താണ്? പഞ്ചമി ഗ്രാമം. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പഞ്ചമി ഗ്രാമം. 3 മുതൽ 15 കുടുംബങ്ങൾ വരെ താമസിക്കുന്ന ഗ്രാമങ്ങളിലായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക. അതുപോലെ തന്നെ റോഡ്, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയവയുടെ സമഗ്ര വികസനത്തിനായിട്ട് 40 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിൽ വിനിയോഗിക്കുന്നത്. എത്രയാണ്? 40 ലക്ഷം രൂപ റോഡ്, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 40 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച വാർത്ത എന്തായിരുന്നു? പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പഞ്ചമി ഗ്രാമം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. സമൂഹ മാധ്യമങ്ങളിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കാനുള്ള പുതുക്കിയ സമയം എത്രയാണ്? 2 മണിക്കൂറാണ്. സമൂഹ മാധ്യമങ്ങളിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കാനുള്ള പുതുക്കിയ സമയം എത്രയാണ്? 2 മണിക്കൂറാണ്. നേരത്തെ അത് 24 മണിക്കൂർ എന്നതാണ്, ഇപ്പോൾ 2 മണിക്കൂർ ആയിരിക്കുന്നത്. 24 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 2 മണിക്കൂർ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ നിർദ്ദേശങ്ങൾ ഉണ്ടായാൽ ഉള്ളടക്കം മാറ്റേണ്ടത് നേരത്തെ 36 മണിക്കൂറാണ്, എന്നാൽ ഇപ്പോൾ അത് 3 മണിക്കൂറാണ്. എത്രയാണ്? 3 മണിക്കൂറാണ്. ഉള്ളടക്കത്തെ സംബന്ധിച്ച് സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ നിർദ്ദേശമുണ്ടായാൽ 3 മണിക്കൂറിനകമാണ് മാറ്റേണ്ടത്. ഏറ്റവും പുതിയ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു ഫാക്ട്. അപ്പൊ സമൂഹ മാധ്യമങ്ങളിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കാനുള്ള പുതുക്കിയ സമയം എത്രയാണ്? 2 മണിക്കൂറാണ്. നേരത്തെ അത് 24 മണിക്കൂർ ആയിരുന്നു. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെന്നാൽ 3 മണിക്കൂറിനുള്ളിൽ ആ ഉള്ളടക്കം നീക്കം ചെയ്തിരിക്കണം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്.
ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഒരു പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയലിന്റെ അഭാവം. അപ്പോൾ ആ ഒരു കുറവ് ടാലന്റ് അക്കാദമി പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നിങ്ങളുടെ ഉന്നത റാങ്കുകളിൽ എത്തിക്കാൻ പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായി മുൻവർഷ ചോദ്യപേപ്പറുകൾ ആധാരമാക്കി തയ്യാറെടുക്കിയ ടാലന്റ് അക്കാദമിയുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു പുസ്തകം വാങ്ങുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യാം. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, സൗദി അറേബ്യ ആൻഡ് തുർക്കി. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? പാകിസ്ഥാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, തുർക്കിയുമുണ്ട്. അപ്പൊ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി. ഇനി എവിടെ വെച്ചായിരുന്നു ഇവർ ഈ ഒരു ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? മക്കയിൽ വെച്ചായിരുന്നു ഈ ഒരു കരാറിൽ ഈ മൂന്ന് രാജ്യങ്ങളിലും ഒപ്പുവെച്ചത്. മക്കയിൽ വെച്ചായിരുന്നു ഈ ഒരു ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഈ മൂന്ന് രാജ്യങ്ങളും ഒപ്പുവെച്ചത്. പാകിസ്ഥാനെ പ്രതികരിച്ച് ഷഹബാസ് ഷെരീഫും സൗദി അറേബ്യയെ പ്രതികരിച്ച് അവരുടെ അടുത്ത കിരീട അവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനും തുർക്കിയെ പ്രതിനിധീകരിച്ച് തുർക്കി പ്രസിഡന്റായ തയ്യിബ് എർദോഗാനുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, സൗദി അറേബ്യ ആൻഡ് തുർക്കി. ഏതെങ്കിലും ഒരു രാജ്യത്തെ, ഈ കരാറിൽ ഒപ്പിട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു എക്സ്റ്റേണൽ അറ്റാക്ക് നേരിടേണ്ടി വന്നാൽ അത് മൂന്ന് രാജ്യങ്ങൾക്കുമുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ആക്രമണമായി ഈ ഒരു കരാറിന് ശേഷം ഇവർ കണക്കാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച വാർത്ത ഇത്രയേ ഉള്ളൂ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, സൗദി അറേബ്യ ആൻഡ് തുർക്കി. കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് പരിശോധിക്കാം. 2026 സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് ടൂർണമെന്റിന്റെ ജേതാവ് ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ് 2026 സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് ടൂർണമെന്റിന്റെ ജേതാവായത്. $50,000 ആണ് ഇദ്ദേഹത്തിന് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത്. ആർക്ക് ലഭിക്കുന്നത്? ആർ പ്രജ്ഞാനന്ദയ്ക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം? 2026 സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് ടൂർണമെന്റിൽ ജേതാവായത് ആരാണ്? ആർ പ്രജ്ഞാനന്ദ. അതുപോലെ ആരെയാണ് ഇദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്? ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്ററായ ജാവോകിർ സിന്ദറോവ്. ഈ പേരുകൾ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ജാവോകിർ സിന്ദറോവിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ചെസ് ടൂർണമെന്റ് ജേതാവ് ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത, 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നാടക പ്രതിഭ ആരാണ്? ഡോക്ടർ ഷിബു എസ് കൊട്ടാരം. ഡോക്ടർ ഷിബു എസ് കൊട്ടാരമാണ് 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നാടക പ്രതിഭ. 2000 മുതൽ 2004 വരെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ ഷിബു എസ് കൊട്ടാരം. അതുപോലെ തന്നെ 2015 കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരവും ആർക്ക് ലഭിച്ചു? ഡോക്ടർ ഷിബു എസ് കൊട്ടാരത്തിന് ലഭിച്ചു. ഏത് പുരസ്കാരമാണ്? കലാശ്രീ പുരസ്കാരം. സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ, കനൽപാത, പിരാന എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നാടകങ്ങൾ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നാടക പ്രതിഭ ആരാണ്? ഡോക്ടർ ഷിബു എസ് കൊട്ടാരം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് അടങ്ങിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഈ ഒരു പുസ്തകം വാങ്ങുന്നത് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുത്താലോ? നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ടൈമാണ്. 2026 VT സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? PV ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിനായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫലമറിയാൻ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് നമ്മൾ പഠിച്ചില്ലേ? കേരള ലോട്ടറി ഒഫീഷ്യൽ. എന്നോടൊപ്പം പറഞ്ഞു, കേരള ലോട്ടറി ഒഫീഷ്യൽ. അതുപോലെ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് എവിടെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എവിടെയായിരുന്നു? ടോക്കിയോ, ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ചായിരുന്നു ഈ ഒരു ലോക മത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വികസനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ഒരു നൂതന പദ്ധതിയെ പറ്റിയിട്ടാണ്. ഇപ്പോൾ അതിന്റെ പേര് നമ്മൾക്കറിയാം, എന്താണ്? കേരള സ്മാർട്ട്. അതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചു, പഞ്ചമി ഗ്രാമം. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കാനുള്ള പുതുക്കിയ സമയപരിധിയെ പറ്റിയായിരുന്നു. എത്രയാണ്? 2 മണിക്കൂർ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. അതിൽ പാകിസ്ഥാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, തുർക്കിയുമുണ്ട്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് 2026 സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിസ് ജേതാവ് ആരായിരുന്നു എന്നാണ്. നമുക്കറിയാം, അത് R പ്രജ്ഞാനന്ദയാണ്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നാടക പ്രതിഭയുടെ പേര് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ആരായിരുന്നു? ഡോക്ടർ ഷിബു S കൊട്ടാരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് LGS പരീക്ഷ. അപ്പോൾ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ടുള്ള ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് ടാലന്റ് അക്കാദമിയുടെ LGC വേരിയസ് റാങ്ക് ഫെയിൽ. പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായ മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആധാരമാക്കി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള റിസർച്ച് സ്കോളേഴ്സ് ആണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം സ്വന്തമാക്കാനായിട്ട് ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾ ഉറപ്പാക്കുക, നിങ്ങളുടെ പഠനം സുഗമമാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അനിൽ മേനോൻ ബഹിരാകാശ നിലയത്തിന് പുറത്ത് സ്പേസ് വാക്ക് നടത്തിയ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിഷൻ ആർട്ടമിസ്, US സ്പേസ് വാക്ക് 96, സോയൂസ് MS-29, ISS അപ്ഗ്രേഡ് മിഷൻ. രണ്ടാമത്തെ ചോദ്യം, ആർത്തവ വിരാമ പ്രായത്തിലുള്ള സ്ത്രീകൾക്കായി ഋതുതാര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? A കേരളം, B തമിഴ്നാട്, C കർണാടക, D തെലങ്കാന. സോ കമന്റ് യുവർ ആൻസേഴ്സ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ഷൊർണൂരിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥാപിതമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ബി, എലപ്പുള്ളിയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാവാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത്. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.